അല്ലേ? അപ്പൊ നമ്മളപ്പോ രാവിലെ പഠിച്ചത് നമ്മളെ ബോഡി പാർട്സിനെ കുറിച്ചാണല്ലേ? ആര് പറയും ഏതൊക്കെ ബോഡി പാർട്സ് ഉണ്ടെന്ന്? ഇഷാനി ഒന്ന് പറഞ്ഞ മോളെ, എന്തൊക്കെ ബോഡി പാർട്സ് ഉണ്ട്? വിച്ച് ആർ അവർ ബോഡി പാർട്സ്? ഇഷാനി ഒന്ന് പറഞ്ഞേ. ഇഷാനി ഓക്കെ, ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ ഇഷാനി. ഓക്കെ, പറഞ്ഞോളൂ. ഇഷാനി പറയുന്നുണ്ട്. എവരിബഡി ലിസൺ ഹിയർ. എല്ലാവരും ഇഷാനി പറയുന്നത് ശ്രദ്ധിക്കണം. ഓക്കെ, ഹെഡ്. എല്ലാരും ടച്ച് ചെയ്തേ. ഹെഡ് ഏതാ? ഹെഡ് ഇഷിത, ടച്ച് യുവർ ഹെഡ്. ഏതാണ് ഇഷിത ഹെഡ്? ഹെഡ് ഏതാണ് ഇഷിത? അൻവിത, ലിസൺ ഹിയർ. ഓക്കെ, ദിസ് ഇസ് യുവർ ഹെഡ് അല്ലേ? വൺ ലിറ്റിൽ ഹെഡ് അല്ലേ? Then Ishani, then what is this? Eyes അല്ലേ? Eyes ഉണ്ടല്ലേ? എത്ര eyes ഉണ്ട്? 1 or 2? 1 or 2? 2 അല്ലേ? 2 little beautiful eyes ഉണ്ടല്ലേ? Then what is this? What is this? Umar, what is this? Nose അല്ലേ? ഒരു nose ഉണ്ട്, 2 little eyes and 1 little head. And what is this? Teeth അല്ലേ? Adish, listen here. This is our teeth അല്ലേ? Teeth. And then what is this? Everybody open your mouth. Show me your mouth. Open your mouth. എല്ലാരും ഒന്ന് മൗത്ത് കാണിച്ചേ. രാവിലെ നമ്മൾ പഠിച്ചില്ലേ? ഏതാ മൗത്ത്? ഷഹല് കാണിക്കുന്നുണ്ട്. ഉമർ. ഓക്കെ, then ears ഉണ്ടല്ലേ? എത്ര ears ഉണ്ട്? ചെവി. Everybody. Ears. 2 ears അല്ലേ? 2 ചെവി ഉണ്ടല്ലേ? ഓക്കെ, then നമ്മൾ അതാ രാവിലെ പഠിച്ചതല്ലേ? പിന്നെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും പഠിച്ചു അല്ലെ കഴിഞ്ഞ ദിവസം? 2 കാര്യങ്ങള് നമ്മളിപ്പോ പഠിച്ചു അല്ലേ? എന്തൊക്കെയാ പഠിച്ചത്? നമ്മള് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പഠിച്ചു. then ബോഡി പാർട്സും പഠിച്ചു. ആദിഷിന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അറിയോ? ആദിഷ്, please introduce yourself. What's your name and where are you coming from? How old are you? And then which school are you studying? അത്രയും ഒന്ന് പഠിച്ചേ ആദിഷ്. ഒന്ന് പറഞ്ഞേ ആദിഷ്. ഒന്ന് അവിടുന്ന് മ്യൂട്ട് ചെയ്ത് അൺമ്യൂട്ട് ചെയ്തേ. ഒന്ന് അവിടുന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ ആദിഷ്, ഒന്ന് പറഞ്ഞേ ആദിഷ്. വാട്ട്സ് യുവർ നെയിം ആൻഡ് ഹൗ ഓൾഡ് ആർ യു? ഐ എം ആദിഷ്. ഒന്ന് പറഞ്ഞേ മോനെ. എത്ര വയസ്സായി ആദിഷ്? 4 years ആണോ 5 ആണോ? 4 അല്ലേ? I am 4 years old അല്ലേ? Then 5 years അല്ലേ? Then I go to True Light School അല്ലേ? Where are you coming from ആദിഷ്? Where's your house? വീട് എവിടെയാ ആദിഷ്? പാടിച്ചാലാന്ന് വീട്. ഓക്കെ, അപ്പൊ പറയാ I live in പാടിച്ചാൽ എന്ന് പറയും അല്ലേ? ഞാൻ താമസിക്കുന്നത് പാടിച്ചാലാന്നല്ലേ? ഇഷിത,
ഇഷിത ഒന്ന് പരിചയപ്പെടുത്തി. ഇഷിത എല്ലാവർക്കും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തേ. ഇഷിതന്റെ പേര്, ഇഷിതന്റെ വീട്, ഇഷിതന്റെ ഏജ്. ഐ എം ഇഷിത, ഐ എം 4 years old. ഒന്ന് പറഞ്ഞേ ഇഷിത. ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ ഇഷിത, നോക്കട്ടെ ഗുഡ് ഗേൾ ആണോ നോക്കട്ടെ. വേഗം പറയ്. ഐ ആം ഇഷിത പറഞ്ഞേ ഇഷിത. വേഗം. ഇതെല്ലാവരും പറഞ്ഞു പഠിച്ചു. വേഗം. ഓക്കെ, ഇഷിത പറയുന്നില്ല അല്ലേ ഇഷിത? ഓക്കെ, അപ്പൊ നമ്മൾ ആ 2 കാര്യങ്ങൾ പഠിച്ചു അല്ലേ ഷഹൽ? എന്തൊക്കെ പഠിച്ചു നമ്മള്? സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പഠിച്ചു, then ബോഡി പാർട്സും പഠിച്ചു അല്ലേ? പഠിച്ചില്ലേ? ഏതൊക്കെയാണ് ബോഡി പാർട്സ് എന്ന് പഠിച്ചു. രാവിലെ നമ്മൾ ബോഡി പാർട്സിന്റെ ഒരു സോങ് പാടി അല്ലേ, ഒരു റൈമ് പാടി ബോഡി പാർട്സിനെ കുറിച്ച്. ഓക്കെ, മനസ്സിലായില്ലേ ആദിഷ്? ആദിഷിന്റെ ഐസ് ഏതാണ് ആദിഷ്? ഐസ് ഒന്ന് ടച്ച് ചെയ്ത് കാണിച്ചേ. It's your eyes. Show me. Okay. And your nose? Nose. Then your head. Okay. And show me your hands. Okay. Hands അല്ലേ? 2 hands ഉണ്ടല്ലേ? 1 ആണോ 2 ആണോ? എത്ര കൈകളുണ്ട്? 2 ഉണ്ടല്ലേ? ഓക്കെ, 2 ആദിഷ്. ഓക്കെ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു അല്ലേ? എല്ലാവരും വീട്ടിൽ നിന്ന് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം അല്ലേ? This is my head and I have 2 little eyes and a beautiful nose and 2 hands. ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടാ. പറഞ്ഞു കൊടുക്കൂലേ? ഇഷിത ശ്രദ്ധിക്കുമോളെ ഇഷിത? ഇതെല്ലാം എല്ലാരും വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കൂലേ? കൊടുക്കല്ലേ ഫാത്തിമ? പറഞ്ഞു കൊടുക്കൂലേ ഫാത്തിമ വീട്ടില്? ഏതാണ് കണ്ണുകള്, മൂക്ക്, തല, ചെവി, ഇതെല്ലാം കാണിച്ചു കൊടുക്കണം കേട്ടോ. Then ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ അറിയോ? നമ്മുടെ വീടിനെ കുറിച്ചാണ് അല്ലേ? എല്ലാവർക്കും വീടുണ്ടല്ലേ? വീടിനെ എന്താ ഇംഗ്ലീഷ് പറയുവാന്ന് ആർക്കറിയോ? വീട് നമ്മൾ പറയും, സാധാരണ വീട് എന്ന് പറയും അല്ലേ? നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും വീടിനെ? ആദ്യം കൈപൊക്കുന്ന നോക്കട്ടെ. ഫാത്തിമ കൈപൊക്കിയിട്ടുണ്ട് അല്ലേ? ഫാത്തിമ ഒന്ന് അവിടുന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ മോളെ. വീടിന് നമ്മൾ എന്ത് പറയും? ഹൗസ് എന്ന് പറയും അല്ലേ? വീടിന് നമ്മൾ എന്ത് പറയും? എല്ലാരും ഒന്ന് പറഞ്ഞേ. ഹൗസ് എന്ന് പറയും അല്ലേ? അബ്ദുൾ ബാസിത്, വീടിന് നമ്മൾ എന്ത് പറയും മോനെ? എന്ത് പറയും മോനെ വീടിന്? ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ ബാസിത്. ഹൗസ് എന്ന് പറയും അല്ലേ? ഓക്കെ, ടീച്ചർ കേട്ടു. ഇഷിത വീടിന് എന്ത് പറയും ഇഷിത ഇംഗ്ലീഷില്? ഹൗസ്. ഓക്കെ, ഹൗസ് എന്ന് പറയും അല്ലേ? അൻവിത, where are you going അൻവിത? Come here. ഓക്കെ, വീടിന് നമ്മള് ഹൗസ് എന്ന് പറയും അല്ലേ? അപ്പോ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എല്ലാവരുടെയും വീട്ടില് അച്ഛൻ, അമ്മ, അങ്ങനെ കുറെ പേരുണ്ടാവും അല്ലേ? ചേട്ടൻ ഉണ്ടാവും, ചേച്ചി ഉണ്ടാവും അല്ലേ? ബ്രദർ, സിസ്റ്റർ, ഫാദർ, മദർ, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, അങ്ങനെ കുറെ പേരുണ്ടാവും അല്ലേ? അല്ലേ? ഇഷാനിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ ഇഷാനി? അച്ഛനും അമ്മയും അമ്മൂമ്മയും അച്ഛനും പൊന്നിച്ചും അഭിച്ചേട്ടനും. ഇഷാന്റെ വീട്ടിൽ ഇത്രയും പേരുണ്ട്. അച്ഛനുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, അമ്മമ്മയുണ്ട്, ഏട്ടനുണ്ട്, ചേച്ചിയുണ്ട് അല്ലേ? ഓക്കെ, ഇനി അബ്ദുൾ ബാസിത് വീട്ടിൽ ആരൊക്കെ ഉണ്ട് മോനെ? നമുക്കൊരു വീടുണ്ട്, വീട്ടിൽ ആരൊക്കെ ഉണ്ടാവും? ആരൊക്കെ ഉണ്ട് ബാസിത്തെ വീട്ടില്? വേഗം പറയും, മിടുക്കനാവണ്ടേ നമുക്ക്? ഇതെല്ലാരും പഠിച്ചു.
ആബിക്കാക്ക പറ. പറയ്. പിന്നെ വൃത്തി പറഞ്ഞു കൊടുക്കേ. വേഗം പറയും. സ്കൂളിൽ വരുമ്പോ മിഠായി തരും വന്നാല് നന്നായിട്ട് പറഞ്ഞാല്. സ്കൂള് തുറക്കുമ്പോ എല്ലാവർക്കും മിഠായി ഉണ്ട്. ഉമ്മ, മാമ, പിന്നെ ആരെയില്ലേ? ബേബി, തപ്ഷിയാമ്മ പറഞ്ഞു കൊടുക്കതാ. ടീച്ചർ കേൾക്കുന്നുണ്ട്. ഓക്കെ ബാസ്തിന്റെ വീട്ടില് കൊറേ പേരുണ്ടല്ലേ? അങ്ങനെ ആദിഷിന്റെ വീട്ടിലോ? ആദിഷ് ലുക്ക് അറ്റ് മീ. വീട്ടിൽ ആരൊക്കെ ഉണ്ട് ആദിഷ്? ഓക്കെ എല്ലാവരുടെയും വീട്ടില് ഇഷിത ഒന്ന് പറഞ്ഞ മോളെ, ഇഷിതന്റെ വീട്ടിൽ എത്ര പേരുണ്ടെന്ന്? അച്ഛനുണ്ട്, അമ്മയുണ്ട്. ഒന്ന് അവിടുന്ന് അൺമ്യൂട്ട് ചെയ്ത്. ഓക്കെ പറഞ്ഞോ ഇഷിത. ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ഇഷിത. കേൾക്കുന്ന ഓക്കെ ഇനി പറഞ്ഞോ. ആരൊക്കെയുണ്ട്? അച്ഛനുണ്ട്, അമ്മയുണ്ട്, അമ്മമ്മയുണ്ട്, കൊറേ പേരുണ്ടല്ലേ? കുഞ്ഞുവാവയുണ്ടല്ലേ? ഇഷിതേന്റെ വീട്ടിലും കൊറേ പേരുണ്ടല്ലേ? ഇനി ആരാ പറയുന്നേ? ഇനി ആരാന്ന് പറയുന്നേ നോക്കട്ടെ. ഉമർ ഒന്ന് പറഞ്ഞേ. ഉമർ വീട്ടിൽ ആരൊക്കെ ഉണ്ട് പറഞ്ഞേ ഉമർ. കേൾക്കുന്നില്ല ടീച്ചർക്ക്. ഒച്ചത്തില് പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. അതാരാന്ന് പറയുന്നേ? ആദിഷാന്നോ? ഓക്കേ. ഉമറിന്റെ വീട്ടിലും ഉമ്മയുണ്ട്, ഉപ്പയുണ്ട് അല്ലേ? കൊറേ പേരുണ്ടല്ലേ? അതുപോലെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് നമ്മുടെ വീടിനെ കുറിച്ചാണല്ലേ? നമുക്കൊരു വീടുണ്ടല്ലേ? വീട്ടിൽ ആരൊക്കെ ഉണ്ടാവും? വീട്ടില് അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും അല്ലേ? അച്ഛനുണ്ട്, അമ്മയുണ്ട്, കൊറേ പേരുണ്ടല്ലേ നമ്മുടെ വീട്ടില്? പിന്നെ അത് കൂടാതെ വീട്ടിൽ എന്തൊക്കെയുണ്ട്? വീടിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നേ പറഞ്ഞില്ലേ? ഓരോരുത്തരും പറഞ്ഞേ അവരവരെ വീടിനെ കുറിച്ച്. വീട് എങ്ങനെയാ? വീട്ടിൽ എന്തൊക്കെയുണ്ട്? വീട്ടിൽ എത്ര റൂം ഉണ്ട് അല്ലേ? നമ്മൾ പൊതുവേ പഠിക്കാൻ പോകുന്നത് വീടിനെ കുറിച്ചാണ്. അപ്പൊ വീട്ടില് റൂം ഉണ്ടാവും അല്ലേ? എന്തൊക്കെ റൂം ഉണ്ടാവും വീട്ടില്? റൂംസ് ഉണ്ടാവും അല്ലേ? ഏതൊക്കെ റൂം ഉണ്ടാവും? ആരാ പറയാൻ പോന്നേ? വീട്ടിലെ റൂമുകളെ കുറിച്ചൊക്കെ ആരാ പറയാൻ പോന്നേ? താനൂസ് പറയുന്നുണ്ട്. താനൂസ് പറഞ്ഞേ. താനൂസ് വേഗം പറയൂ. വേഗം. വീട്ടില് ബെഡ്റൂം ഉണ്ടാവും അല്ലേ? ബെഡ്റൂം ഉണ്ടല്ലേ? എല്ലാവരുടെ വീട്ടിലും ബെഡ്റൂം ഇല്ലേ? ബെഡ്റൂം ഉണ്ടല്ലോ അല്ലേ? ബെഡ്റൂമിൽ നമ്മൾ എന്താ ചെയ്യാ? ബെഡ്റൂമിൽ എന്താ ചെയ്യാ? കിടക്കും അല്ലേ? കിടന്നുറങ്ങും അല്ലേ ബെഡ്റൂമില്? കിച്ചൺ ഉണ്ടാവില്ലേ എല്ലാവരുടെയും വീട്ടില്? കിച്ചൺ എന്ന് പറഞ്ഞാൽ എന്താണ് കിച്ചൺ? അടുക്കള അല്ലേ? അടുക്കളയിൽ നമ്മൾ എന്താ ചെയ്യാ? ഫുഡ് ഉണ്ടാക്കും അല്ലേ? ഫുഡ് ഉണ്ടാക്കുന്നത് എവിടെയാ? അടുക്കളയിൽ നിന്നല്ലേ? അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കും അല്ലേ? എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കും അടുക്കളയിൽ? ചോറ് ഉണ്ടാക്കും അല്ലേ? ചോറ്, കറി, ചപ്പാത്തി, അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടാക്കൂലേ അടുക്കളയില്? ഫുഡ് ഐറ്റംസ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് കിച്ചണിൽ നിന്നാണ് അല്ലേ? അപ്പൊ വീട്ടിൽ എന്തുണ്ട്? കിച്ചൺ ഉണ്ട് അല്ലേ? ദെൻ ബെഡ്റൂമും ഉണ്ടല്ലേ? അല്ലേ? കിച്ചൺ ഉണ്ട് ആൻഡ് ബെഡ്റൂമും ഉണ്ട്. ദെൻ ലിവിംഗ് റൂം ഉണ്ടാവും അല്ലേ? ലിവിംഗ് റൂം. നിങ്ങളിപ്പോ എവിടെ ഇരുന്നിട്ടാണ് ടീച്ചറോട് സംസാരിക്കുന്നത്? ബെഡ്റൂമിലാണോ, കിച്ചണിലാണോ, ലിവിംഗ് റൂമിലാണോ? എവിടുന്നാ സംസാരിക്കുന്നത്? കുറെ പേര് ബെഡ്റൂമിൽ ഇരിക്കുന്നുണ്ട്. എവിടുന്നാണ് ഫാത്തിമ?
ബെഡ്റൂം അല്ലേ? ഓക്കെ, കുറെ പേര് ബെഡ്റൂമിലുണ്ട്, കുറെ പേര് ലിവിംഗ് റൂമിലുണ്ട്. കിച്ചണിൽ ഇരുന്ന് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ നോക്കട്ടെ. ആരുമില്ല അല്ലേ? അപ്പോ നമ്മുടെ വീട്ടില് ബെഡ്റൂം ഉണ്ടാവും അല്ലേ? ബെഡ്റൂം ചിലപ്പോ 1 ആയിരിക്കാം, 2 ആയിരിക്കാം, 3 ആയിരിക്കാം അല്ലേ? ബെഡ്റൂം ഉണ്ടാവും അല്ലേ? എത്രയെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ വീട്ടിൽ എന്തായാലും ഒരു ബെഡ്റൂം ഉണ്ടാകും. ബെഡ്റൂം ഉണ്ട്. ദെൻ ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്തുണ്ട്? ഫുഡ് ഉണ്ടാക്കാൻ എന്തുണ്ട്? കിച്ചൺ ഉണ്ട് അല്ലേ? ആരാ പറഞ്ഞത്? കിച്ചൺ ആരാ പറഞ്ഞത്? ഫാത്തിമ അല്ലേ? വെരി ഗുഡ്. നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് കിച്ചണിൽ നിന്നാണ് അല്ലേ? കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കും, കഴിക്കും. ദെൻ പിന്നെ ഒരു റൂം ഉണ്ടല്ലോ, നമ്മള് കുളിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലം. നമ്മൾ എവിടുന്ന ബാത്ത് ചെയ്യുന്ന സ്ഥലം? ബാത്റൂം അല്ലേ? ഓക്കെ. അപ്പൊ ബാത്റൂം എന്തായാലും ഉണ്ടാകും, കിച്ചൺ ഉണ്ടാകും, ബെഡ്റൂം ഉണ്ടാകും, ആൻഡ് ലിവിംഗ് റൂമും ഉണ്ടാവും അല്ലേ? ലിവിംഗ് റൂം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മൾ കയറി വന്നിട്ട് ഇരിക്കുന്ന ഒരു സ്ഥലം, സെൻട്രൽ ഹാൾ എന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ? അതുപോലെ ഒരു ലിവിംഗ് റൂം ഉണ്ടാവും. ലിവിംഗ് റൂം ഉണ്ട്, ദെൻ കിച്ചൺ ഉണ്ട്, ബെഡ്റൂം ഉണ്ട്, ആൻഡ് ബാത്റൂമും ഉണ്ട് അല്ലേ? അപ്പോ ഒരു വീട്ടിൽ ഏതൊക്കെ ടൈപ്സ് ഓഫ് റൂംസ് ഉണ്ട്? ഏതൊക്കെ റൂമുകളുണ്ട്? ഒന്ന് ആരാ പറയുന്ന? ആദിഷ് ഒന്ന് പറഞ്ഞേ. ആദിഷ്, ഒരു ഹൗസിൽ ഏതൊക്കെ റൂമുകൾ ഉണ്ടാവും? ഹൗസില് ഓക്കെ, പറഞ്ഞോ ആദിഷ്. ഒന്ന് പറഞ്ഞോ ആദിഷ്. ഒന്ന് പറഞ്ഞേ ആദിഷ്. വീട്ടിൽ ഏതൊക്കെ റൂമുകളുണ്ട്? ബാത്റൂം ഉണ്ട്, ദെൻ ബെഡ്റൂം ഉണ്ട്. ബെഡ്റൂമിൽ എന്താ ചെയ്യുക ആദേശ്? കിച്ചൺ ഉണ്ട് അല്ലെ? കിച്ചണിൽ നമ്മൾ എന്താ ചെയ്യുക? കിച്ചണിൽ നമ്മള് ഫുഡൊക്കെ ഉണ്ടാക്കും അല്ലേ? ഫുഡൊക്കെ ഉണ്ടാക്കും കിച്ചണില്. ദെൻ ലിവിംഗ് റൂമും ഉണ്ടല്ലേ? ഓക്കെ, മനസ്സിലായോ? ലിവിംഗ് റൂം ഉണ്ട് ഒരു വീട്ടില്. അബ്ദുൾ ബാസിത്, why are you crying? Listen here. പഠിക്കണ്ടേ നമുക്ക്? കരയാൻ പാടില്ല കേട്ടോ. മിടുക്കനാണ്, ഗുഡ് ബോയ് ആകണ്ടേ? അതുകൊണ്ട് ആരും കരയാൻ പാടില്ല, കുസൃതി കളിക്കാൻ പാടില്ല. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ വീടിനെ കുറിച്ച് പഠിച്ചു അല്ലേ? നമ്മുടെ വീട്ടില് ബെഡ്റൂം ഉണ്ട്, ലിവിംഗ് റൂം ഉണ്ട്, ബാത്റൂം ഉണ്ട്, കിച്ചൺ ഉണ്ട്. അപ്പൊ ഇന്ന് എല്ലാവരും കിച്ചൺ ഉണ്ട്. അപ്പൊ ഇന്ന് എല്ലാവരും ചെയ്യേണ്ട ഒരു ഹോംവർക്ക് ഉണ്ട്. ലിസൺ ഹിയർ. എല്ലാവരും വൈകുന്നേരം തന്നെ വാട്സാപ്പിൽ സെൻഡ് ചെയ്യണം. ഒരു നല്ല വീടിന്റെ പിക്ചർ വരച്ചിട്ട് ടീച്ചർക്ക് സെൻഡ് ചെയ്യണം കേട്ടോ. നല്ലൊരു അടിപൊളി ഹൗസ് വരക്കുക, ടീച്ചർക്ക് സെൻഡ് ചെയ്ത് തരുവോ വാട്സപ്പില്? ഓക്കെ, റെഡിയല്ലേ? എല്ലാവരും ചെയ്യണം. ആരേറ്റവും ബെറ്റർ ആയിട്ട് വരക്കുന്നേ നോക്കട്ടെ. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ ടൈം ഏകദേശം തീരാൻ പോകുന്നു. നമുക്കിനി 1 മിനിറ്റും കൂടെ ഉള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവരും ടീച്ചർ പറഞ്ഞത് ചെയ്യില്ലേ? ഹോംവർക്ക് ആയിട്ട് നല്ലൊരു വീടിന്റെ സെൻഡ് ചെയ്യുക. ബാസിത് ഡോണ്ട് വറി, ബാസിത്തിനെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇന്ന് തന്നെ ആഡ് ചെയ്യാൻ പറയാം. ഓക്കെ, അപ്പോ എല്ലാവരും അത് ചെയ്യണം. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഫസ്റ്റ് നമ്മൾ സെൽഫ് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ വേണ്ടി പഠിച്ചു. ഇഷിത സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒന്ന് പഠിക്കണം കേട്ടോ മോളെ. സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒന്ന് പഠിക്കണം. പിന്നെ നമ്മുടെ ബോഡി പാർട്സ് ഒന്ന് പഠിക്കണം. അബ്ദുൾ ബാസിത്ത് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ മോനെ. നമ്മള് സെൽഫ് ഇൻട്രൊഡക്ഷൻ പഠിച്ചു, ദെൻ ബോഡി പാർട്സ് പഠിച്ചു, ഇപ്പൊ ഹൗസും പഠിച്ചു അല്ലേ? അപ്പൊ ഹൗസിൽ ഏതൊക്കെ റൂമുകൾ ഉണ്ടെന്ന്
ടീച്ചർ നെക്സ്റ്റ് ഡേ ചോദിക്കും ആരാ ഏറ്റവും നന്നായിട്ട് പറയുന്നത് നോക്കട്ടെ കേട്ടോ. എല്ലാവരും നന്നായിട്ട് ഓർത്ത് വെച്ചിട്ട് മാത്രമേ കിടന്നുറങ്ങാൻ പാടുള്ളൂ കേട്ടോ. നന്നായി ഓർത്ത് നല്ലപോലെ പഠിച്ചിട്ട് മാത്രം കിടന്നുറങ്ങണം കേട്ടോ. ഇപ്പൊ തന്നെ പുസ്തകം അടച്ചു വെച്ച് പോകരുതേ. അൻവിത, നേരത്തെ അൻവിത പെൻസിലും കൊണ്ടിരിക്കുന്നുണ്ട്. നല്ലൊരു വീടിന്റെ പടം വരച്ച് ടീച്ചർക്ക് സെൻഡ് ചെയ്യണം കേട്ടോ അൻവിത. നല്ലൊരു ഹൗസിന്റെ പിക്ചർ വരച്ചിട്ട് ടീച്ചർക്ക് സെൻഡ് ചെയ്യണം. ഓക്കെ. ഉമർ എവിടെയാ പോന്നേ ചെയറും കൊണ്ട്? ഓക്കെ. നമുക്ക് ഇന്ന് തീരാൻ പോവാന്ന്, നമ്മുടെ ടൈം കഴിഞ്ഞു. അപ്പൊ എല്ലാരും നല്ലൊരു ബായ് പറഞ്ഞേ. ബൈ ബൈ ടീച്ചർ. ബൈ ബൈ. ഇഷിത ബൈ ബൈ. വേഗം ഫാത്തിമ എല്ലാം പോവാനല്ലേ ഫാത്തിമ? വെൽക്കം.